എനിക്കറിയാം നമ്മൾ ആക്ച്വലി നമ്മുടെ ന്യൂസ് ചെയ്തിട്ട് അത്യാവശ്യം കുറച്ച് സമയമായി എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് കഴിഞ്ഞ ആഴ്ച നമുക്ക് കുറേ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓസ്കേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ DC-യുടെ മാർവലിൻ്റെ ഭാഗത്ത് നമുക്ക് വേറെ കുറേ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ആയിരുന്നു സമയമൊന്നും കളയുന്നില്ല. നേരെ നമുക്ക് നോക്കാം ഈ ആഴ്ചയിലെ ന്യൂസിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നതെന്ന്. സോ ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. അപ്പോൾ നമുക്ക് തുടങ്ങിക്കളയാം. സോ ആദ്യം തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഓരോരുത്തരും മിസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന ഓസ്കേഴ്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിനകത്ത് എടുത്ത് പറയേണ്ട തന്നെ ബെസ്റ്റ് ഫിലിം ആയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന അനോറയാണ്. ആൻഡ് ആ ഒരു ബെസ്റ്റ് ഫിലിമിൽ തന്നെയാണ് നമുക്ക് ബെസ്റ്റ് ആക്ട്രസിനെ നമുക്ക് ലഭിച്ചിട്ടുള്ള മിൽക്കി മാഡിസൺ ആയിരുന്നു ബെസ്റ്റ് ആക്ട്രസ് ആയിട്ടും ഉള്ളത് തന്നെ ഈ വർഷത്തെ ഓസ്കറിൽ. ആൻഡ് ഇനി ബെസ്റ്റ് ആക്ടർ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഡ്രിയൻ ബ്രോഡിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്, പുള്ളിക്കാരൻ്റെ സിനിമയായിട്ടുള്ള ബ്രൂട്ടലിസ്റ്റിൽ കൂടി തന്നെ. ആൻഡ് ഇത് കൂടാതെ തന്നെ വേറെയും കുറേ ആൾക്കാർ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്യൂണിന് ബെസ്റ്റ് VFX ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നമുക്ക് നോമിനേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓവറോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ആഴ്ചയിൽ നമുക്ക് ഓസ്കറിനെ കുറിച്ചുള്ള ഒരു ഫുൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടായിരുന്നത് തന്നെ. സോ നിങ്ങൾക്ക് ഇത്തവണത്തെ ഓസ്കർ കണ്ടിട്ട് എന്ത് തോന്നി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസസിനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു? നിങ്ങളുടെ ഫേവറേറ്റ് ഫിലിംസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം. അതിനകത്ത് എടുത്ത് പറയേണ്ടത് ജെയിംസ് ക്യാമറോന്റെ അവതാറിന്റെ നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള ഫയർ ആൻഡ് ആഷ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന വേ ഓഫ് വാട്ടറിനേക്കാളും ലെങ്ത് കൂടിയ സിനിമയായിരിക്കും എന്നാണ് ഇപ്പോൾ ജെയിംസ് ക്യാമറോൺ നമ്മളോട് പറയുന്നത് തന്നെ. ആൻഡ് പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എല്ലാം തീർന്നിരിക്കുക തന്നെയാണ്. അവരെന്താണെങ്കിലും സെറ്റ് ടു ലോഞ്ച് എന്നുള്ള രീതിയിലാണ് അവരെന്താണെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് മറ്റൊരു ന്യൂസ് നമ്മുടെ ടോം ഹിഡിൽസിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹിഡിൽസൺ ഈയിടയ്ക്ക് ഒരു വലിയൊരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ലോക്കിയായിട്ട് ഞാൻ തിരിച്ച് ഡൂംസ്ഡേയിൽ അല്ലെങ്കിൽ സീക്രട്ട് വാസിൽ വരുമോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് തന്നെ ഡൗട്ടാണ്. ഞാൻ മിക്കവാറും വരില്ലായിരിക്കാം, പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. നുണയാണ് പുള്ളി പറയുന്നത്. പുള്ളി പറയുന്ന അബ്സല്യൂട്ട്ലി നുണ തന്നെയാണ്. കാരണം നമുക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്, MCU ഇപ്പോൾ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കാനോ ആ നസ്റ്റാൾജി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. സോ ലോക്കി എന്താണെങ്കിലും വരും. സോ ഇനി ലോക്കിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഈയിടയ്ക്ക് വലിയൊരു കോൺട്രവേഴ്സി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് TVA വാൻഡയെ പിടിച്ചോണ്ടും പോയി എന്നുള്ളൊരു കാര്യം റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കോമിക്സ് ബുക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഗ്വെൻ സ്റ്റേസി അവിടെ ചെല്ലുമ്പോഴത്തേക്കും വാൻഡയെ ഈ ഒരു TVയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കാണുന്നത്. ആൻഡ് അതിൻ്റെ റൈറ്റർ തന്നെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ ക്യാനൻ അല്ല, തികച്ചും കോമിക്സിൽ മാത്രമാണ്, അതൊരു ഓൾട്ടർനേറ്റീവ് യൂണിവേഴ്സിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഇല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ സംഭവിക്കുന്നത് തന്നെയാണ്. പക്ഷേ MCUവിലെ വേണ്ട മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന് ശേഷം എന്ത് പറ്റിയെന്നുള്ളൊരു കാര്യം വെയിറ്റ് ചെയ്യും. ഡൂംസ്ഡേ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എല്ലാവരും തിരിച്ചു വരും, അല്ലാതെ ആരും എന്താ പറയുക ഒറ്റയടിക്ക് പോകാൻ പോകുന്നെന്ന് എനിക്ക് തോന്നില്ല. എവരിബഡി ലവ്സ് കം ബാക്ക്. ആ ഒരു ഒറ്റൊരു കാര്യം എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ആൻഡ് അത് പറയുമ്പോൾ തന്നെ നമുക്ക് നേരെ നമ്മുടെ DC-യുടെ ഇനി അപ്കമിങ് ആയിട്ട് വരാനിരിക്കുന്ന ലാൻഡേൺ സീരീസിൻ്റെ പുതിയൊരു ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫസ്റ്റ് ലുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവർ എന്താ പറയേണ്ട ഈ ഒരു സീസൺ കുറച്ചും കൂടി ഗ്രൗണ്ടഡ് ആയിട്ടാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതിൻ്റെ റൈറ്റേഴ്സ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സീസൺ 1 ശേഷം സീസൺ 2, 3, 4 ഒക്കെ അവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കഥയൊക്കെ സെറ്റാണ്. ആൻഡ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിൻ്റെ മൾട്ടിപ്പിൾ സീസൺസ് നമുക്ക് എന്താണ് ലഭിക്കും എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് എന്താണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. സോ അതുപോലെ തന്നെ DC-യുടെ ഭാഗത്ത് നമുക്ക് മറ്റൊരു വലിയൊരു തെണ്ടിത്തരം ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗെയിമിങ്ങിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും മോണോലിത്ത് ഗെയിംസിൻ്റെ അണ്ടറിൽ അവർ സത്യം പറഞ്ഞാൽ ഒരു വണ്ടർ വുമൻ്റെ ഗെയിം അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെയായിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ മോണോലിത്ത് ഗെയിംസ് തന്നെയായിരുന്നു ഇതിനു മുമ്പ് ഷാഡോ ഓഫ് മോഡോറും ഷാഡോ ഓഫ് വാറും അവർ തന്നെയായിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായത് തന്നെ. ആൻഡ് ആ ഒരു ഗെയിംസിനെ വ്യത്യസ്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ള നെമിസിസ് സിസ്റ്റം തന്നെയാണ്. സോ നെമിസിസ് സിസ്റ്റം വണ്ടർ വുമൻ്റെ ഗെയിമിൽ കൊണ്ടുവന്ന് എത്രയും വലിയൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം അപ്പം മുതൽ അതിൻ്റെ ഫാൻസ് ആലോചിച്ച് വെച്ചുകൊണ്ടിരുന്നത് തന്നെയാണ്. ആൻഡ് റീസെൻ്റ്ലി WBയുടെ ഭാഗത്ത് നമുക്കൊരു വലിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം സൂയിസൈഡ് സ്ക്വാഡ് കിൽ ജസ്റ്റിസ് ലീഗ് എന്ന് പറഞ്ഞ ഗെയിമൊക്കെ വൺ ഫ്ലോപ്പ് ആയിരുന്നു. അതിന് മുമ്പ് ഗോതം നൈറ്റ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ വണ്ടർ വുമൻ്റെ ഈ ഒരു ഗെയിം അവർ സ്ക്രാപ്പ് ചെയ്യുവാന്ന്. ഭയങ്കര വലിയ തെണ്ടിത്തരം, അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഈ പറഞ്ഞ നെമിസിസ് സിസ്റ്റത്തിൻ്റെ ലൈസൻസ് അവരുടെ കയ്യിൽ ഏതാണ്ട് 2030 വരെയും കണ്ട 30 or 35 വരെയും കണ്ട വാർണർ ബ്രോസിൻ്റെ കയ്യിലുണ്ട്. സോ ബേസിക്കലി ഞാൻ ഇത്രയും പറയുള്ളൂ, ആ ഒരു സിസ്റ്റം വേറെ ഒരു പബ്ലിഷറിനും യൂസും ചെയ്യാൻ പറ്റില്ല. എന്താണെങ്കിലും അത് ഭയങ്കര വലിയൊരു തെണ്ടിത്തരമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. വാർണർ ബ്രോസ് ഗ്രോ അപ്പ്, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ DC മാർവലിനെയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ക്യാരക്ടേഴ്സിനെയും അത് കൂടാതെ തന്നെ സ്റ്റോറി ലൈനും തരുന്ന ഒരു സീരീസ് തന്നെയാണ് ബോയ്സ്. ആൻഡ് ബോയ്സിൻ്റെ സീസൺ 5 ഇപ്പോഴേ അതെന്താണെങ്കിലും ഓൺ ഗോയിങ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്, നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ തന്നെയാണ്. പക്ഷേ ഇത്തവണ ബോയ്സ് X
സൂപ്പർ നാച്ചുറലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ. അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഡീൻ വിഞ്ചസ്റ്റർ ഓൾറെഡി സോൾജർ ബോയ് ആയിട്ട് തന്നെ ബോയ്സിനകത്ത് വന്നിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇത്തവണ സൂപ്പർ നാച്ചുറലിനകത്തുള്ള ബാക്കിയുണ്ടായിരുന്ന 2 മേജർ കാസ്റ്റിനകത്തുള്ള ജെറാഡ് പാറ്റ്ലാക്കിയും മിഷ കോളിൻസും ബോയ്സിൻ്റെ സീസൺ 5 വരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അവരുടെ റോൾസ് എന്താ കാര്യം എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഈയിടയ്ക്ക് ഒരു വീഡിയോ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഡീൻ്റെയും സാമിൻ്റെയും ഒരു റീയൂണിയനും കൂടി നമുക്ക് കാണാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ വലിയൊരു സൂപ്പർ നാച്ചുറൽ ഫാൻ തന്നെയായിരുന്നു. ആൻഡ് എറിക് ക്രിപ്കെ എനിക്ക് ആ ഒരു സീരീസ് പോലെ എനിക്ക് പുള്ളിക്കാരനെ എനിക്ക് അറിയാം, പുള്ളിക്കാൻ എത്ര കിടിലനായിട്ട് ഓരോ എപ്പിസോഡ് ഡയറക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം തന്നെ. സോ ഡീനിനെ ഇതിനകത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് തന്നെയായിരുന്നു. സോ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു റീയൂണിയൻ ആകട്ടെ എന്നുള്ളൊരു കാര്യം നമുക്ക് എന്താണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഈ അടുത്തിടയിൽ റോബർട്ട് പാറ്റിസന്റെ മൈക്കി 70 എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇറങ്ങും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. സോ അത് കണ്ടു നോക്കാവുന്നത് തന്നെയാണ്. ആൻഡ് അതിൻ്റെ പ്രീമിയറിൻ്റെ ഇടയിൽ തന്നെ റോബർട്ട് പാറ്റിസൺ വലിയൊരു പുള്ളിക്കാരൻ്റെ അകത്തുള്ളൊരു ഫ്രസ്ട്രേഷൻ പറയാൻ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതുവരെ ബാറ്റ്മാൻ 2 ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞാനിവിടെ വയസ്സായിക്കൊണ്ടിരിക്കുവാണ്. സോ അതിൻ്റെ ഷൂട്ടിംഗ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു റിക്വസ്റ്റ് നമുക്ക് റോബർട്ട് പാറ്റിസന്റെ ഭാഗത്ത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെയിംസ് ഗണ്ണും ഉണ്ട്, അതുകൂടാതെ അതിൻ്റെ മാട്രീസും ഉണ്ട്. സോ ഇവരുടെ ഭാഗത്ത് നിന്ന് അത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇപ്പോൾ അറിയില്ല. സോ കറൻ്റ്ലി സിനിമ ഡിലേഡ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. പക്ഷേ ഷൂട്ടിംഗ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഷൂട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് നമ്മളൊരു എന്താ പറയേണ്ടത്, നമ്മൾ ശവപ്പെട്ടിയിൽ അടച്ചു പൂട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു മാർവലിൻ്റെ, മറ്റൊന്നുമല്ല ബ്ലേഡ്, മാർഷാലി അണ്ണൻ്റെ ബ്ലേഡ് സിനിമ. റീസെൻ്റ്ലി നമുക്കൊരു അപ്ഡേറ്റ് അതിനെക്കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കെവിൻ ഫീജി മാർഷൽ അലിയും കൂടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു സ്ക്രിപ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ക്രിപ്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇപ്പോൾ ബാക്കിയുള്ള സ്ക്രിപ്റ്റൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ സ്ക്രിപ്റ്റ് വൻ പൊളിയാണെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ അതുകൊണ്ട് മിക്കവാറും ചിലപ്പോൾ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിന് ശേഷം അവർ ഈ ഒരു സിനിമ ഫിലിം ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു സിനിമ പ്ലാൻ ചെയ്യണമെന്നുള്ളൊരു ചെറിയൊരു സൂചനയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ബ്ലേഡിനെ കുറിച്ച് നമ്മൾ പല വീഡിയോയിലും ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു ഭയങ്കര ഒരു കിഡിലനായിട്ടുള്ളൊരു ഡയറക്ടറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റൂമേഴ്സ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജോൺ വിക്കിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള ചാഡ് സെഡസ്കിയെ കൊണ്ട് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യിക്കണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തോ അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ സിനിമയെക്കുറിച്ച്, ഈ ഒരു സിനിമയുടെ എന്താ പറയുക എക്സിസ്റ്റൻസിനെ കുറിച്ച് പോലും ഇവിടെ ആർക്കും അറിയില്ല. മാർഷാൽ അലി അണ്ണൻ ഇടയ്ക്ക് വന്നിട്ട് അലിയണ്ണൻ വന്നിട്ട് പറയും ഇത് സംഭവിക്കുന്ന പറച്ചിലല്ല. നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. സോ ഇതാണ് ഇപ്പോഴുള്ള അവസ്ഥ. ഇനി അത് പറയുമ്പോൾ വേറൊരു ചെറിയൊരു ഡിലേ നമുക്ക് എന്താണെങ്കിലും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ നമുക്ക് ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെയും ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പല കാര്യങ്ങളും കൊണ്ട് അത് മിക്കവാറും ഒരു ഡിലേ തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കറൻ്റ്ലി നമുക്ക് MCUവിൽ കിട്ടിയിട്ടുള്ള ഒരു ടൈം ലൈനിൽ നിന്ന് ചെറിയൊരു ഡിലേ നമുക്ക് എന്താണെങ്കിലും ഡൂംസ്ഡേയിലും ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞങ്ങനെ. പക്ഷേ ഡൂംസ്ഡേ ഡിലേ സംഭവിച്ചു കഴിഞ്ഞാൽ സ്പൈഡർമാൻ സിനിമയും അതിൻ്റെ കൂടെ തന്നെ ഡിലേ ആവുന്നുള്ളൊരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഡൗട്ടും വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൂംസ്ഡേയുടെ ഇവൻറ്റ്സ് നല്ല രീതിയിൽ ലിങ്ക് ചെയ്യുന്നുണ്ട് സ്പൈഡർമാൻ്റെ സിനിമയിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് അതുകൊണ്ട് തന്നെ ഡൂംസ്ഡേ ഡിലേ ആവുകയാണെങ്കിൽ സ്പൈഡർമാനും ഡിലേ ആവും, സ്പൈഡർമാൻ ഡിലേ ആവുകയാണെങ്കിൽ സീക്രട്ട് വാർസും ഡിലേ ആവും. കാരണം ഈ ഒരു സിനിമ 3 നല്ല രീതിയിൽ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. ഇതിനകത്ത് സംഭവിക്കുന്ന ഇവൻറ്റ്സ് ടേക്ക് ഓവർ ചെയ്യുന്നത് ഈ പറഞ്ഞ സിനിമകളിൽ കൂടി തന്നെയാണ്. സോ അത് ചെറിയ രീതിയിൽ ഒരു നിരാശയാണ്. പക്ഷെ എന്നാലും നമുക്ക്, ഞാൻ ഇത്ര പ്രതീക്ഷിക്കില്ലേ, നിങ്ങൾ എത്ര വേണമെങ്കിലും ഡിലേ ചെയ്തോ, പക്ഷെ നമുക്ക് ഇറക്കുമ്പോൾ നമുക്ക് നല്ലൊരു സാധനം തന്നെ നമുക്ക് ലഭിക്കണം എന്നുള്ള ഒരേ ഒരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. ലാസ്റ്റ് ഇറങ്ങിയ പോലെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് പോലെയൊന്നും ആകാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് നമ്മുടെ ഡെയർഡെവിൾ സീരീസ് നമുക്ക് കഴിഞ്ഞ ആഴ്ച പോലെ അതിൻ്റെ പ്രീമിയർ എല്ലാം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. 2 എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്. 3ാമത്തെ എപ്പിസോഡ് നമുക്ക് ഈ ആഴ്ച നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമ്മുടെ ഹെൽസ് കിച്ചണിലേക്ക് തിരിച്ചെത്തിയത്, കിൻപിൻ്റെ പുതിയ മേയർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. നമ്മൾ അതിൻ്റെ ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കണ്ടിട്ടില്ലെങ്കിൽ ഞാനൊരു കൊടുത്തേക്ക് നിങ്ങൾക്ക് കണ്ടു നോക്കാൻ തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ആഴ്ചയിലെ ന്യൂസിൽ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യം തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ awesome. See you guys next episode. Punch.